2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ വിജയത്തിന് ശേഷം ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം തൻ്റെ ബാല്യകാല ക്ലബ്ബായ ബാഴ്സലോണയിലേക്ക് വരാൻ ശ്രമിച്ചുവെന്നും പക്ഷേ അന്നത്തെ പ്രസിഡന്റായിരുന്ന ജോൺ ലപ്പോർട്ട അതിന് തടസ്സം നിന്നു എന്നുമാണ് ബാഴ്സലോണയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാളും പഴയ കോച്ചുമായ ജാവി ഫെർണാണ്ടസ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 2022 വേൾഡ് കപ്പിന് ശേഷം ഞങ്ങൾ ലയണൽ മെസ്സിയുമായി സംസാരിച്ചു. അപ്പോൾ ഞാൻ ബാഴ്സലോണയുടെ പരിശീലകനായിരുന്നു. ലയണൽ മെസ്സി ബാഴ്സലോണയ്ക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ബാഴ്സലോണയിൽ കുറച്ചു കാലം കൂടി കളിക്കണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ കരാറുമായി മുന്നോട്ട് പോയി. ലാലിഗ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ലാലിഗ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാനത്തു നിന്നും ഞങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടി. ലയണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഒത്തുകഴിഞ്ഞപ്പോൾ ജോൺ ലപ്പോർട്ട എന്ന പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ലയണൽ മെസ്സിയെ സൈൻ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അദ്ദേഹം ബാഴ്സലോണയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും അദ്ദേഹവുമായി ചിലപ്പോൾ മത്സരങ്ങൾ നടന്നു വരാം. ലയണൽ മെസ്സിയെ സമാധാനമായി ബാഴ്സലോണയിൽ കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ലയണൽ മെസ്സിയുടെ പിതാവിനെ വിളിച്ചു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിഡന്റിനോട് പറയൂ, അദ്ദേഹമല്ലേ തീരുമാനമെടുക്കേണ്ടതെന്ന്. പിന്നീട് ലയണൽ മെസ്സി എൻ്റെ കോളുകൾ എടുക്കാതെയായി. എനിക്ക് ആ സമയത്ത് വളരെ വലിയ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നു. ലയണൽ മെസ്സിയുടെ പിതാവ് കരാർ തുക കൂട്ടിച്ചോദിച്ചത് കൊണ്ടാണ് ലയണൽ മെസ്സിക്ക് ബാഴ്സലോണയിലേക്ക് വരാൻ സാധിച്ചതെന്ന് എന്നുള്ള റൂമറുകളെല്ലാം വന്നിരുന്നു. അതെല്ലാം തികച്ചും തെറ്റായിരുന്നു. ബാഴ്സലോണയ്ക്ക് ലയണൽ മെസ്സി വരുന്നതിൻ്റെ പദ്ധതികളുടെ മുഴുവൻ ചുമതലയും എനിക്കാണെന്ന് ലയണൽ മെസ്സി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഞാനും ലയണൽ മെസ്സിയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ വീണത്. ഇപ്പോൾ ലയണൽ മെസ്സിക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് ലയണൽ മെസ്സിയുടെ തിരിച്ചുവരവ് മുടങ്ങിയതെന്ന്.